ബസ് യാത്രയ്ക്കിടെ അടുത്തിരുന്ന ആളിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് യുവതി. റീച്ചിനും ഫോളോവേഴ്സിനെ കൂട്ടാനുമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നാണ് കമന്റ് ചെയ്ത പലരും ആരോപിക്കുന്നത്. അതിക്രമമുണ്ടായപ്പോൾ പ്രതികരിക്കാതെ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു എന്നുവരെ ചോദിച്ചവരുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളവരെയാണ് പേടിക്കേണ്ടതെന്നും അവരാണ് ഏറ്റവും വലിയ ക്രിമിനൽസ് എന്നും അപ്സ പറഞ്ഞു. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. തന്നെപ്പോലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഒട്ടും സുരക്ഷിതമല്ലെന്നായിരുന്നു അപ്സ പരിതപിച്ചത്. ലൈഫിൽ ഒരു തവണയെങ്കിലും അനുഭവിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. എന്റെ ലൈഫിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം വീഡിയോയായി കാണിച്ചു. അതിന്റെ കമന്റ് ബോക്സിൽ മുഴുവൻ റീച്ച് കിട്ടാനും ഫോളോവേഴ്സിനെ കൂട്ടാനും വേണ്ടിയാ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ്. ഒന്നും അറിയാതെ റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ട്. അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ചോദിക്കില്ല. എന്താണ് കാരണം? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറെ കുറെ പേർ ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലല്ലോ എന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോ എന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ചു സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരേണ്ട. അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നേ എന്നാണ് ഒരാൾ ചോദിച്ചത്. അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചവരുമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ ഇവരെക്കാൾ മാന്യനായിരുന്നു. എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളാണ് ഏറ്റവും വൃത്തികെട്ടവർ, ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ അവരെയാണ് പേടിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലെയൊരു അവസ്ഥ ഉണ്ടായെന്ന് നിങ്ങളോട് വന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുമോ? അതോ അവരൊന്നും പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തേ പഴം വിഴുങ്ങിയിരുന്നേ എന്ന് ചോദിക്കുമോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളും എന്നെപ്പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സാധാരണക്കാരിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്ക്. നിങ്ങൾക്കിതുപോലത്തെ ഒരനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ കമന്റ് ബോക്സ് എന്നും പെൺകുട്ടി പറയുന്നു. എന്നാൽ അപ്സയുടെ ഈ വീഡിയോയ്ക്ക് താഴെയും വളരെ മോശം കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബസ് പോയി, അടുത്തതൊരു ട്രെയിൻ നോക്കാം ചേച്ചി. റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ എന്തിനാണാവോ ചേച്ചി ട്രെൻഡിങ് സോങ് ഇട്ടത്? അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. ഒരു പിച്ചപാത്രം എടുത്ത് റോഡിൽ ചെന്നിരുന്ന് അമ്മ അച്ഛ വല്ലതും താ എന്ന് പറഞ്ഞു പോയി തെണ്ടാൻ നോക്ക് എന്നൊക്കെയാണ് കമന്റുകൾ. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമന്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നു, അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കുവോ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പഴം വിഴുങ്ങിയിരുന്നേന്ന് ചോദിക്കുവോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ കമന്റ് ബോക്സ്.